അമേരിക്കയ്ക്ക് ചൈനയോടൊരു വല്ലാത്ത പ്രണയം, ആ വാർത്തയാണ് ഇന്ന് വന്നത്. ചൈന, പാകിസ്ഥാൻ, അമേരിക്ക ഈ രീതിയിലൊരു ബെൽറ്റ് രൂപം കൊള്ളുകയാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ബുദ്ധിശാലികൾ കണ്ടുപിടിച്ച സഖ്യമില്ലേ റഷ്യയുമായിട്ടുള്ള, അത് തന്നെയാണ് ഇന്ത്യക്ക് കരണീയം എന്ന രീതിയിൽ വരുന്നു കാര്യങ്ങൾ. ഇന്ത്യ തിരിഞ്ഞു നടക്കേണ്ട അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. നോൺ അലൈൻമെൻറ്റ് അഥവാ ചേരിചേരാ നയം എന്ന നമ്മുടെ പോളിസി തന്നെയാണ് നമ്മുടെ തടിക്ക് നല്ലത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ട്രംപ് ഓരോ ദിവസവും വൈറ്റ് ഹൗസിൽ നിന്ന് പടച്ചുവിടുന്നത്. വാർത്തയിലേക്ക് വരാം. അധിക തീരുവയിൽ ചൈനയ്ക്ക് സാവകാശം അനുവദിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധിക തീരുവ 90 ദിവസത്തേക്ക് അദ്ദേഹം മരവിപ്പിച്ചു. ചർച്ചകൾ തുടരുമെന്നാണ് ട്രംപ് പറയുന്നത്. നിലവിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന 10% തീരുവ ചുമത്തിയിട്ടുള്ളൂ. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, നിങ്ങളുടെ ട്രംപിനെ കൊണ്ട് ഞങ്ങൾ തോറ്റു കേട്ടോ. ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മൾ തുടർച്ചയായിട്ട് 200ാമത്തെ ലൈവാണ് ട്രംപിനെ പറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൈനയുമായിട്ടുള്ള മഞ്ഞുരുകുന്നതിന്റെ ചില സൂചനകളാണ്, അതിന്റെ തുടക്കമാണ് കണ്ടുവരുന്നത്. ഈ വർഷം അവസാനത്തെ ഈ ഒരു നിർണായകമായ ഒരു കച്ചവട കാലഘട്ടത്തിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത്. അതായത് അവധിക്കാല സീസണിന്റെ അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ട്രംപ് ചൈനയുമായിട്ടുള്ള താരിഫ് ഉടമ്പടി 90 ദിവസത്തേക്കും കൂടി തൽക്കാലം അത് നീട്ടിവെച്ചിരിക്കുകയാണ്. ഏതാണ്ട് നവംബർ പകുതിയോടുകൂടി ആയിരിക്കും ഈ പുതിയ തീരുമാനം വരുന്നത്. ചൈനയുടെ അടുത്തും എസ് കെ നേരത്തെ ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞതുപോലെ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ഭീഷണി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് മാത്രമല്ല, ഈ തീരുവ ഏതാണ്ട് 500% വരെ US പ്രസിഡന്റിന് ഉയർത്താൻ ഉള്ള നിയമപരമായിട്ടുള്ള അനുവാദം ഉണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് മാത്രമല്ല, ഈ ഞായറാഴ്ച ഡൊണാൾഡ് ട്രംപ് ഒരു വിലപേശൽ ചൈനയുമായി നടത്തിയിരുന്നു. അമേരിക്കയുടെ സോയാബീൻസുകൾ വാങ്ങുന്നത് 4 ഇരട്ടിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ചൈന അത് സമ്മതിച്ചോ എന്ന് ഇതുവരെയും വ്യക്തമല്ല. അത് സംബന്ധിച്ചുള്ള മറ്റു റിപ്പോർട്ടിംഗ് ഒന്നും വന്നിട്ടില്ല. നവംബർ ആദ്യം വരെ ഈ കാലാവധി നീട്ടിയിരിക്കുന്നത് വളരെ നിർണായകമാണ്. കാരണം ഈ ക്രിസ്മസ് സീസണിലാണ് ചൈനയുടെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ, അതായത് ഇലക്ട്രോണിക്സ്, കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ അമേരിക്കൻ മാർക്കറ്റിൽ എത്തുന്നത്. അത് മാത്രമല്ല, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു സീസണാണ് താങ്ക്സ് ഗിവിംഗ് മുതൽ ക്രിസ്മസ് അവസാനം വരെ. അതുകൊണ്ട് കയറ്റുമതിയിൽ വലിയ വർധനയുണ്ടാകും. ഈ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് 145% വരെ US തീരുവ ചുമത്തിയതാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഇതിന് അന്ന് പ്രതികാരം പോലെ ചൈനീസ് തീരുവ 125% അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന അന്ന് ഉയർത്തിയിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇന്ന് മാധ്യമപ്രവർത്തകരെ വൈറ്റ് ഹൗസിൽ കണ്ടപ്പോൾ പറഞ്ഞത്, നമുക്കിനിയും വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വരും ദിവസങ്ങളിൽ കാണാം. അത് മാത്രമല്ല, ഷി ജിൻപിങ്ങുമായിട്ട് വളരെ നല്ല ബന്ധമാണെന്ന് ട്രംപ് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അടുത്തയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ട്രംപുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ച നടക്കുന്നു. ഈ വർഷാവസാനം ഷി ജിൻപിങ്ങും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ 2 രാജ്യങ്ങളും തമ്മിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഈ ചൈനയുമായിട്ടുള്ള ഒരു വ്യാപാര ഉടമ്പടി സാധ്യമാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും 2 രാജ്യങ്ങൾക്ക് ഇത് ആവശ്യമായതുകൊണ്ട് 2 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.